ഒരു സ്ത്രീക്ക് മാത്രമേ പുരുഷന് സന്തോഷവും സമാധാനവും നൽകാൻ കഴിയൂ. പറയൂ, രാജൻ എന്താണ് ആഗ്രഹിക്കുന്നത്? കുമാർ നല്ലവനാണ് സുമി. ഒരു സ്ത്രീക്ക് നൽകാവുന്നതിന്റെ പരമാവധി സ്നേഹവും സന്തോഷവും സുമകുമാറിന് നൽകണം. ഇതാണ് ഞാൻ സുമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. യു ആർ ഗ്രേറ്റ് രാജൻ. ഓഫ് കോഴ്സ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ജ്യേഷ്ഠ എന്ന് വിളിക്കാനുള്ള അനുവാദം വരെ രാജൻ തന്നു കഴിഞ്ഞു. വെറും ഒരു തെണ്ടിയായിരുന്നവനെ ഞാൻ ഇന്ന് ഈ നിലയിലെത്തിച്ചു. എവിടെയോ കിടന്നൊരുത്തനെ സഹോദരനായി കിട്ടിയെന്നും പറഞ്ഞ് ഇന്നവൻ എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജൻ ഒരു സഹോദരനോ? ആരാണ്? അത് പറയാൻ കൂടി അവൻ കൂട്ടാക്കിയില്ല. അവന് സംതൃപ്തമായൊരു കുടുംബജീവിതം വേണം പോലും. സാർ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അവനെ എനിക്ക് വിട്ടുതരൂ. നീ വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ലത്. പോലീസ് ഈയിടെയായി നമ്മുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അതാ നോക്കൂ. എന്തെങ്കിലും അപകടത്തിൽ ചാടുന്നതിന് മുമ്പ് നമുക്ക് ഇവന്മാരെ നേരിടണം. ഓക്കെ സർ, ഐ ആം യുവർ സർവന്റ്. നമുക്കെതിരായി വരുന്ന ഏത് ശക്തിയെയും സ്വയം നേരിടേണ്ടത് ഞാൻ എന്റെ കടമയായി കണക്കാക്കുന്നു. ഇത് കളിപ്പാട്ടമല്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര ഒഴുകും. ഒരു ഡ്രൈവറായ എന്നെ വിവാഹം കഴിച്ചാൽ നിന്റെ ഭാവി എന്താകും എന്ന് അദ്ദേഹം ചിന്തിക്കും. എന്നോടുള്ള വിരോധം കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട്. നിങ്ങൾക്ക് എന്റെ കുടുംബത്തെ അറിയില്ല. അവർ വളരെ ഫോർവേഡാണ്. എന്റെ ചേട്ടൻ നല്ലവനാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നിറവേറ്റി തരുന്നതിൽ എന്റെ ചേട്ടന് സന്തോഷമേ ഉണ്ടാവും. വരൂ, നമുക്ക് ചേട്ടനുമായി സംസാരിക്കാം. വരൂ രവി. തമ്പി അങ്കിളിന്റെ ഡ്രൈവർ. ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഈ രവിയെ പറ്റിയാണ്. നീ അകത്തു ചേട്ടാ. പോകാൻ. കാറിനകത്ത് 2 സീറ്റുണ്ട്. മുമ്പിലത്തെ ഡ്രൈവർക്കും പുറകിലത്തേത് ഉടമസ്ഥനും. നീ അത് മറന്നെന്ന് തോന്നുന്നു. ഉടമസ്ഥന്റെ ജീവൻ ഡ്രൈവറുടെ കയ്യിലാണെന്ന ബോധമുണ്ടായിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നു. ചേട്ടാ, ചേട്ടനെ ഒരു വലിയവനായിട്ടാണ് ഞാൻ രവിയെ പറഞ്ഞ് മനസ്സിലാക്കിയത്. നീ പരിചയപ്പെടുത്തുന്നതിന് ആ വലിപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്.
രവിയുടെ ജോലിയാണ് ചേട്ടന് വലിപ്പക്കുറവായി തോന്നിയത്? ആളുകളെ അളക്കുന്നത് അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിലാണോ? സംസ്കാരമാണ് ചേട്ടാ വലുത്. അതെ, സംസ്കാരം തന്നെയാണ് വലുത്. അവന്റെ കുടുംബം ഏതാണ്? പാരമ്പര്യം എന്താണ്? ചേട്ടന്റെ പാരമ്പര്യം എന്താണെന്ന് ചേട്ടന് അറിയാമോ? രാധേ, അതെ, രാധ തന്നെയാ ചോദിക്കുന്നത്. ചേട്ടന്റെ തീവണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ചേട്ടന്റെ പാരമ്പര്യം എന്താണെന്ന് എന്റെ അച്ഛൻ ചോദിച്ചു. പറയൂ. രാധേ, എന്ത് വിവേക്കേടാ നീ പറഞ്ഞത്? വിവരക്കേട് കാണിച്ചാൽ ഇങ്ങനെ പറയേണ്ടി വരും. എന്ത് പറഞ്ഞു? അമ്മേ, മോനെ, അവൾ അറിവില്ലാത്ത കുട്ടിയല്ലേ, എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞിരിക്കും. മോനൊന്നും വിചാരിക്കരുത്. ഇല്ലമ്മേ, അവൾ പറയുന്നത് ശരി. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. കുമാർ എങ്ങോട്ട് പോന്നു? എന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാത്തടത്തേക്ക്, എന്നെ ഞാനെന്ന നിലയിൽ അറിയുന്നിടത്തേക്ക്. എന്താ മോനെ വല്ലാതിരിക്കുന്നത്? സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തതിന്റെ ദുഃഖം ഇന്നെനിക്ക് മനസ്സിലായി. വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയതായിരിക്കും അല്ലേ മോനെ? ഇതൊക്കെ ജീവിതത്തിൽ സാധാരണയാണ്. ഒരു കുടുംബം തകർന്നതിന്റെ ദുഃഖം പൂർണ്ണമായും അനുഭവിച്ച നിർഭാഗ്യവാനാണ് ഞാൻ. പക്ഷെ എന്റെ ദുഃഖം ഒരിക്കലും തീരില്ല. കുമാർ, ഞാൻ എവിടെയെല്ലാം മോനെ അന്വേഷിച്ചു. രാധ വിവരക്കേടെന്തെങ്കിലും പറഞ്ഞാൽ കൂടി അതൊന്നും കാര്യമാക്കരുത്. ഇല്ലെങ്കിൽ അവൾ പറഞ്ഞത് സത്യമാണ്. എന്നെ ഓർത്ത് ദുഃഖിക്കാൻ അവിടെ ആരുമില്ല. കഴിഞ്ഞതെല്ലാം മറക്കുക. ഇദ്ദേഹത്തിന്റെ കൂടെ ചെല്ലും. അച്ഛന്റെ അമ്മയുടെയും മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കരുത്. ആ വേദനയുടെ ആഴം മോഹൻ അറിയില്ല. കൂടെ ചെല്ലേ.